ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഷോർട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തോ ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോണത്. ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് എൻ്റേതായിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ കുറച്ചൊക്കെ ഞാൻ യൂട്യൂബൊക്കെ ചെയ്തു. പക്ഷേ ഈ സോയാബീനൊക്കെ ഇൻ്റേതായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് വേണ്ടത് തക്കാളി, ഉള്ളി, മുളക്, ജീരകം, പിന്നെ ബ്രെഡ് സ്ലൈസ് ചെയ്യണം. അല്ലെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. പിന്നെ സോയാബീൻ ഞാൻ ആദ്യം കുറച്ചെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അത് കുറച്ച് നേരം വറുത്തതിന് ശേഷം അത് പ്ലേറ്റിലേക്ക് ഇട്ട് ഉപ്പും മുളകും ഒന്നും ഇട്ടിട്ടില്ല. അത് നേരെ അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ഞാൻ ഇങ്ങനെയാണ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഉള്ളിയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ ജീരകം കുറച്ച് കൂടി പോയിട്ടോ. പക്ഷെ എന്നാലും ഇത്ര ജീരകം ശരിക്കും നമ്മൾ ഇടാൻ പാടില്ല. കുറച്ച് ജീരകം ഇടാൻ പാടുള്ളൂ. ഞാൻ ഇടുന്നത് നോക്കണ്ട. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുക്കിംഗ് ചെയ്യുന്നത്. എൻ്റേതായിട്ടുള്ള റെസിപ്പി ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. ഇത്ര ജീരകമൊന്നും ഇടാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ജീരകം ഇടാം. ഞാൻ ഒരു സ്പൂൺ ഫുള്ളിട്ടു. അര സ്പൂണേ ഇടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഉള്ളി ഇടണം. അതൊന്ന് ബ്രൗൺ കളറായി വരുന്ന വരെ അത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിനുശേഷം ഉള്ളി നന്നായിട്ട് വഴറ്റുക. പുകയൊക്കെ പോകണ്ടായിരുന്നു. കുറേ നേരം തുമ്മലും കുരയൊക്കെയായിരുന്നു. പക്ഷെ അവസാനത്തെ റിസൾട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളകിട്ടു. മുളകും അതിനൊപ്പം തന്നെ വാടി വരണം. അത് കഴിഞ്ഞ് പക്ഷേ ഞാൻ തക്കാളി ഇടാൻ മറന്നുപോയി. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അത് ഓർത്തത്. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് നുള്ളായിട്ട് ഇടണം. കാരണം എനിക്ക് പേടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഒരു അര മതി, കാല് മതി. കാൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത്. മുളക് പൊടിയും വേണം. മുളക് പൊടി നിങ്ങൾക്കുള്ള ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. നിങ്ങൾക്ക് എത്ര സ്പൈസസ് വേണോ അതിടാം. ഞങ്ങൾ മദേഴ്സ് റെസിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള അത് ഷോപ്പിൽ നിന്ന് വാങ്ങുക ചെയ്യാം. അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് നമുക്ക് തരും. അത് കുറച്ചിട്ടു. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് എടുത്തറിയാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതൊക്കെപ്പാടെ നമ്മൾ വഴറ്റി വരിക. എനിക്ക് നല്ല പേടിയിലായിരുന്നു ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. പക്ഷേ വെള്ളം അവസാനം ഒഴിക്കാതെ എനിക്ക് അറിയായിരുന്നു. പക്ഷേ ഞാൻ 2 സ്പൂൺ സോസ് ഒഴിച്ചു. സോസിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ കുത്തി നിൽക്കണം. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായി. സോസൊക്കെ അങ്ങനെ മെൽറ്റായി പോകണ്ടായിരുന്നു ഗ്യാസിൽ വെച്ചപ്പോൾ. എനിക്കതൊന്നും അറിയില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ഇടയ്ക്കൊക്കെ എൻ്റേതായിട്ടുള്ള റെസിപ്പീസ് കുക്ക് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ യൂട്യൂബോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക ചെയ്യുക. വെള്ളം ഒഴിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ശരിക്കും വേണ്ടതും. അത് കഴിഞ്ഞിട്ട് സോയാബീൻ നമ്മൾ അതിലേക്കിടും. കുറച്ച് ഉപ്പ് സോയാബീനിലേക്ക് അങ്ങനെ കേട്ടോ. കുറച്ച് ഉപ്പ് മതി. ആവശ്യത്തിന് ഉപ്പ് വേണ്ട. കാരണം നമുക്ക് കറിയിൽ ഓൾറെഡി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സോയാബീൻ ഉണ്ടാകും. ശരിക്കും ലാസ്റ്റ് നിങ്ങൾക്ക് കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ സോയാബീൻ ലാസ്റ്റ് ഇട്ടാൽ മതി. അപ്പോഴേ നമുക്ക് ആ പേസ്റ്റിനൊപ്പം കടിക്കാൻ കിട്ടുള്ളൂ. ഇത് നമ്മൾ അരയ്ക്കും. അപ്പോൾ നമുക്ക് കടിക്കാനൊന്നും കിട്ടില്ല. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. അതൊന്ന് വെള്ളം തിക്ക് പേസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അതൊന്ന് പിന്നെ ഉരുകല ഒന്നായി വരണം. അത് കഴിഞ്ഞ് നമ്മൾക്കിത് ഉടയ്ക്കണം. കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തോ ഒരു സാധനമുണ്ട് അതുകൊണ്ടോ അരയ്ക്കാൻ നമുക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സി എടുത്തു. ഒരു 2 ക്രഷ് അത് മതി. അപ്പോൾ തന്നെ ഈ ഒരു പേസ്റ്റായിട്ട് വരും. ആദ്യം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് ക്യാമറയിൽ വരാൻ ഭയങ്കര മടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത് ഇട്ടിട്ട് ഞാൻ തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കഴിച്ചു നോക്കി. കുഴപ്പമില്ല. റിസൾട്ടൊക്കെ അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ പെരുംജീരകത്തിൻ്റെ കുത്തൽ ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ചേച്ചിക്ക് എല്ലാവർക്കും കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറഞ്ഞതാണ് ജീരകത്തിൻ്റെ ചെറിയൊരിതുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് എത്ര ഉള്ളൂ. ടാറ്റാ ബൈ.